2025 സമാധാനത്തിന്റെ നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നൊബേലുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സമാധാന നൊബേലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. അതിന്റെ കാരണം മറ്റാരുമല്ല, ട്രംപായിരുന്നു. ട്രംപിന്റെ അവകാശവാദമായിരുന്നു. ട്രംപ് 7ഓളം യുദ്ധങ്ങൾ താൻ മുൻകൈയെടുത്ത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം ഗസ ഇസ്രായേൽ നോക്കുകയാണെങ്കിൽ 7-8 യുദ്ധങ്ങൾ താൻ മുൻകൈയെടുത്ത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമാധാനത്തിനുള്ള നോബൽ തനിക്ക് അവകാശപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ അർഹതപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപിന് സമാധാന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ സമാധാനം പോയ അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് വലിയ ചർച്ചയായി. പക്ഷേ അതുദ്ദേശിച്ചുകൊണ്ട് ട്രംപ് ഗസ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വേണം മനസ്സിലാകാൻ. വരും ദിവസങ്ങളിൽ അതൊക്കെ വെളിവാകും എന്ന് കരുതുന്നു. പക്ഷേ ചില രാജ്യങ്ങളുമായിട്ട് ട്രംപ് ഇതിനുള്ള നോമിനേഷനൊക്കെ നൽകിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മനസ്സിലായത്. അജിംസ്, സമാധാനത്തിൻ്റെ നൊബേൽ പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിന് സമാധാനം പോയെന്നാണ്? അല്ല, ഈ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ നോബൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തീരുമാനിച്ചു. ഇന്ന് പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. അതിനർത്ഥം അപ്പോൾ ഈ പീസ് ഡീൽ ബ്രോക്കർ ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അത് തീരുമാനിക്കുമ്പോൾ ഗസയിൽ വെടിനിർത്തലുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 20 എന്ന നിർദ്ദേശം വച്ചു എന്നതിൻ്റെ പേരിൽ, അതിൽ ചർച്ച നടക്കുന്നതിൻ്റെ പേരിൽ ഏതായാലും നോബൽ കമ്മിറ്റിക്ക് നോബൽ പ്രൈസ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതും ഈ സമാധാന നോബൽ പ്രഖ്യാപനമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തിങ്കളാഴ്ച തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ട്, പിന്നീട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ട്രംപ് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് അത് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. കാരണം എനിക്ക് നോബൽ കിട്ടിയില്ലെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ളൊരു ഇൻസൾട്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, എന്താണ്, അദ്ദേഹം പലതവണ താൻ നോബൽ പുരസ്കാരത്തിന് അർഹനാണെന്ന് പലതവണ അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ ഇന്റർവ്യൂവിലും അല്ലാതെയൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ലോബിങ് നടത്തി. ലോബിങ് തീർച്ചയായിട്ടും നടക്കും. പക്ഷേ ലോബിങ് ഒക്കെ എത്രമാത്രം നടക്കും എന്നുള്ളത് വേറെ കാര്യം. മറ്റൊന്ന്, ഈ നൊബേൽ പുരസ്കാരത്തിന് ആരെങ്കിലും നോമിനേറ്റ് ചെയ്യണം. ഈ നോമിനേഷൻ വളരെ രഹസ്യമാക്കി വയ്ക്കും. ആരെങ്കിലും നോമിനേറ്റ് ചെയ്തോ, ആരാണ് നോമിനേറ്റ് ചെയ്ത് തുടങ്ങി വരുമെന്നൊന്നും പുറത്തു വരില്ല. 50 വർഷം വരെ അത് രഹസ്യമാക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോമിനേഷൻ ഉണ്ടായിരുന്നോ, നോമിനേഷൻ സ്വീകരിക്കപ്പെട്ടോ, അതൊന്നും നമുക്കറിയില്ല, അതിൻ്റെ വ്യക്തതയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാനും കഴിയില്ല. പിന്നെ ഈ ഗസ പീസ് പ്രൈസിൽ അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. മറ്റൊന്ന്, ഇന്ത്യ പാക് യുദ്ധമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സംഘർഷം ഒഴിവാക്കി താനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ഇന്ത്യ നിഷേധിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അതൊന്നും കണക്കി കൂട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ട്രംപിന് നോബൽ പീസ് പ്രൈസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നോബൽ കമ്മിറ്റിയുടെ മുമ്പിൽ ഉത്തരവൊന്നുമില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ഇപ്പോൾ ഉയർന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പലരും സംശയിക്കുന്നത് ഈ കിട്ടാത്തതിൽ വിഷമിച്ച് ഇദ്ദേഹം ഇനിയിപ്പോൾ ഈ നിലവിലുള്ള പീസ് പ്രോസസ് ഡീറെയിൽ ചെയ്യുമോ എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തേക്കാം. ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ പീസ് ഡീൽ ബ്രോക്കർ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാളെ പോലെ ഇദ്ദേഹത്തിൻ്റെ അവനോട് കയറി അടിച്ചോ എന്ന് പറയുമോ, അങ്ങനെയൊക്കെയുള്ള സംശയമൊക്കെ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇസ്രായേൽ IDF അവിടെ നിന്ന് പിന്മാറി തുടങ്ങിയിട്ടുണ്ട്. ബന്ദിമോചനം 72 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉടനെ നടക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് ഡീറെയിൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്ന് മാത്രമല്ല, അത് പിന്നീട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയൊരു നെക്സ്റ്റ് അടുത്ത വർഷമാണെങ്കിൽ പോലും അത് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഇതിപ്പോൾ ഈ ശാശ്വത സമാധാനമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ അടുത്ത വർഷം ട്രംപിന് വീണ്ടും ക്ലെയിം ചെയ്യാം, എനിക്ക് വേണം എന്ന് പറയാം. അപ്പോൾ അത് ഇല്ലാതാക്കുമോ ട്രംപ്? അതല്ല അതിനെ കൊണ്ട് പോയി അടിച്ചോ, എനിക്ക് നോബൽ കിട്ടിയില്ല, നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോ എന്ന് പറയുമോ? ട്രംപ് ആയതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഈ നൊബേൽ പീസ് പ്രൈസിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അത് പ്രഖ്യാപിക്കുന്നത് ആർക്കാണ്? ഇപ്പോൾ ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല, ഒരു യുദ്ധവും ചെയ്യാത്ത മഹാത്മാഗാന്ധിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷേ യുദ്ധം ചെയ്തിട്ടുള്ള ഒബാമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നൊബേൽ പീസ് പ്രൈസ് ആണോ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ അടയാളം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ ആളുടെ പേരെന്താണ്? മരിയ മച്ചാഡോ. അവരാണെങ്കിൽ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിന് സമാധാനത്തിന് നോബൽ എന്ന് പറഞ്ഞാൽ നൊബേൽ പീസ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയെന്നാണ്. അപ്പോൾ വെനസ്വേല ഡെമോക്രസി ഇൻഡെക്സിൽ വളരെ താഴെയുള്ള ഒരു രാജ്യമാണ്. 100ൽ 16 മറ്റാണ് അവർക്കുള്ള മാർക്ക്, അവരുടെ സ്കോർ കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം അവിടെ തെരഞ്ഞെടുപ്പില്ല എന്നോ സർക്കാരില്ല എന്നോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളില്ല എന്നോ അല്ല. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഒട്ടും ഫ്രീ
ആയിട്ടുള്ള സ്വതന്ത്രമായൊരു ജനാധിപത്യ വ്യവസ്ഥയല്ല എന്നുള്ളതാണ് അവിടുത്തെ റേറ്റിംഗ് വരിക. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിക്കോളാസ് മദുറോൻ്റെ കാലത്ത് കുറച്ചുകൂടി, ഇപ്പോൾ ഹൂഗോ ഷാവേസിൻ്റെ കാലത്തുള്ളതിനേക്കാൾ കുറേ കൂടി ശക്തമായൊരു ഒതോറിറ്റേറിയൻ ഭരണകൂടമാണ് അവിടെയുള്ളതെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന് അവരുടേതായ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അമേരിക്കയുടെ ഉപരോധമാണ് അവർക്ക് മേലെ ഉണ്ടായിരുന്നത്. അമേരിക്ക എന്തിനാണ് വെനസ്വേലയുടെ മേലിൽ ഉപരോധം ഏർപ്പെടുന്നത്? അതിൻ്റെ കാരണം അമേരിക്ക പറയുന്നത് അവിടെ ജനാധിപത്യമില്ല, അവിടെ മുഴുവൻ അഴിമതിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉപരോധം. സാധാരണ അമേരിക്ക ഉപരോധം ഏർപ്പെടുന്നപ്പോഴാണ്, ഇപ്പോൾ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുന്നത് അവർ ആണവായുധം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഉപരോധം വരിക. ഒരു രാജ്യത്തിനകത്ത് ജനാധിപത്യവും ഇല്ല, അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിലാണ് അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുക? അപ്പോൾ അങ്ങനെയാണ് ജനാധിപത്യം ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളോടും ഇതേ സമീപനം വേണ്ടേ? അമേരിക്കയുടെ സഖ്യകക്ഷികളായ അമേരിക്കയുടെ ഇടത്തും വലതും നിൽക്കുന്ന പല രാജ്യങ്ങളും ജനാധിപത്യമില്ല, രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്, അവിടെയൊന്നും ഉപരോധമില്ലല്ലോ. പിന്നെ വെനസ്വേലയുടെ എന്തിനാണ് ഉപരോധം? അതിനൊറ്റ കാരണമുള്ളൂ, വെനസ്വേല ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ സോഷ്യലിസം എന്ന് കേട്ടാൽ അമേരിക്ക പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ ഹൂഗോ ഷാവേസിൻ്റെ കാലത്ത് വെനസ്വേല വലിയ സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ആ സമയത്ത് വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് വെനസ്വേല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹൂഗോ ഷാവേസ് എന്ത് ചെയ്തു? സാധാരണ ജനങ്ങളിലേക്ക് കൊടുത്തു, വെൽഫെയർ സ്കീംസ് വഴി സാധാരണ ജനങ്ങൾക്ക് കൊടുത്ത് ആ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് വെനസ്വേല ഒരു പവറാണ്, അന്ന് ഒരു അച്ചുതണ്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് UN ജനറൽ അസംബ്ലിയിൽ അമേരിക്കയെ ഡെവിൾ എന്ന് വിളിച്ചു ഹൂഗോ ഷാവേസ് വന്ന് അമേരിക്കൻ ജനറൽ അസംബ്ലിയിൽ വന്നു. അന്ന് ഇറാൻ, വെനസ്വേല, റഷ്യ എന്ന് അതൊരു അച്ചുതണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചുതണ്ട് അമേരിക്കയെ വിമർശിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉപരോധം നടത്താനുള്ള കാരണം. അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനൊപ്പം തന്നെ വെനസ്വേലയെ ഉപരോധത്തിൽ ഏർപ്പെടുത്താൻ കാരണം. അപ്പോൾ ഉപരോധത്തെ തുടർന്ന് ഇവർക്ക് എന്ത് ചെയ്തു? ഇവർക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. എണ്ണ വിൽക്കാൻ കഴിയാതെ രാജ്യം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഹൂഗോ ഷാവേസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള നിക്കോളാസ് മദുറോ അവിടെ അധികാരത്തിൽ തീർന്നു. അവിടെ സംബന്ധിച്ച് ഈ പറയുന്ന സാമ്പത്തിക ക്രമം മൊത്തം താറുമാറായിരിക്കുകയാണ്. അതാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ കയോസിൻ്റെ പ്രധാന കാരണം. ഇതിനിടയിൽ പ്രതിപക്ഷ കക്ഷികളോട് ജനാധിപത്യപരമായ രീതിയിലല്ല നിക്കോളാസ് മദുറോ പെരുമാറുന്നത്. അത് ഹൂഗോ ഷാവേസിൻ്റെ കാലത്തും അങ്ങനെയല്ല. അവരിൽ പലരെയും പിടിച്ച് ജയിലിലിടുന്നു, മാധ്യമങ്ങളെ വരുതിയിലാക്കുന്നു. നമ്മൾ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ കാണുന്ന പോലൊക്കെ തന്നെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നു, പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്തുന്നു, NGOകൾക്ക് പൂട്ടിടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന എത്രയോ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവരുടെയൊക്കെ ഉപരോധം വേണ്ടേ? അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ പ്രതിപക്ഷത്തെയാണ്. അവർ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ തവണത്തെ നൊബേൽ പീസ് പ്രൈസ് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അമേരിക്കൻ താല്പര്യങ്ങളെ കൂടി പരിഗണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ട്രംപിന് അതിൽ അത്ര കാര്യമായ വിഷമം വരേണ്ട കാര്യമില്ല. കാരണം തങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന ഒരു കോസിൻ്റെ വക്താവിനെയാണ് നൊബേൽ പീസ് പ്രൈസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ട്രംപ് അത്ര ഡെസ്പറേറ്റഡ് ആവേണ്ട, അല്ലെങ്കിൽ നിരാശനാവേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നാളെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വീണ്ടും വഷളാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ട്രംപിന് വീണ്ടും അത് ക്ലെയിം ചെയ്യാനുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. നിഷാദ് ഈ പറഞ്ഞതുപോലെ അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് അതും പറയാൻ സാധിക്കില്ല. ട്രംപിൻ്റെ കാര്യം അങ്ങനെ. പക്ഷേ ഇപ്പോൾ നൊബേൽ കൊടുത്തിരിക്കുന്ന മരിയ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് അനുകൂലിയാണ്, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൂടിയാണ് ചില വിഷയങ്ങളിലൊക്കെ. അപ്പം ഒരുപാട് സംഘടനകളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ഇതിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഇത് കൊടുത്തത് അത് വലിയ വിവാദമാവില്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ പീസ് പ്രൈസ് കിട്ടാത്തതിൽ ട്രംപിന് വ്യക്തിപരമായ നിരാശ ഉണ്ടാവും. വ്യക്തിപരമായ നിരാശയാണ്, അമേരിക്കക്കാരുടെ നിരാശയല്ല. ട്രംപിന് പീസ് പ്രൈസ് കിട്ടുമോ എന്ന ചർച്ച നടക്കുമ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു സർവേയുടെ റിസൾട്ട് പരിശോധിക്കണം. അതിൽ 76% ആളുകളും ട്രംപിന് ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ 76% അമേരിക്കൻ പൗരന്മാരും വിശ്വസിക്കുന്നു ഇയാൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല, കാരണം ഇയാൾ ഇതിന് അർഹനല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ട്രംപിൻ്റെ വ്യക്തിപരമായ നിരാശയുടെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം നിരാശ പ്രശ്നമാണ്. അതിനപ്പുറം അമേരിക്കൻ താല്പര്യമല്ല അദ്ദേഹത്തിന് പീസ് പ്രൈസ് കിട്ടുക എന്നുള്ളത്. അമേരിക്കൻ താല്പര്യമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് മരിയ മച്ചോദോയ്ക്ക് അവാർഡ് കിട്ടുക എന്നുള്ളതാണ്. കാരണം എന്താണ്? വെനസ്വേലയിൽ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുക, ഇപ്പുറത്ത് നിന്നുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ സഹായം സ്വീകരിച്ചുകൊണ്ട് ആ സർക്കാരിനെ വീഴ്ത്തുക എന്ന് പറയുന്ന പണിയെടുക്കുന്ന ആളാണ് മരിയ മച്ചാദോ. അതിന് അവർക്ക് എന്ത് പിന്തുണ കിട്ടുന്നുണ്ട്? അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നുണ്ട്. അവർ ലിക്വിഡ് പാർട്ടി ഏതാണ്? നെതന്യാഹുവിൻ്റെ പാർട്ടിയുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് റെജീം ചേഞ്ചിന് സഹായിക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അതേക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വെനസ്വേലിയൻ സർക്കാരിനെ മറിച്ചിടുക എന്ന് പറഞ്ഞ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അവരൊരു ജനാധിപത്യത്തിൻ്റെ പ്രവാചകയാണെന്നുള്ള നെറേറ്റീവ് ആരുണ്ടാക്കുന്നതാണ്? അമേരിക്ക ഉണ്ടാക്കുന്നതാണ്. ആ നെറേറ്റീവിന് ഒരു വലിയ പിന്തുണ കിട്ടിയിരിക്കുന്നത് സമാധാനത്തിൻ്റെ ആളാണിവർ, ജനാധിപത്യത്തിൻ്റെ ആളാണിവർ. ആ നിലയ്ക്ക് ലോകം ഇവരെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന മട്ടിൽ
അവർക്കൊരു സമാധാന നൊബേൽ കിട്ടിയിരിക്കുന്നു. സത്യത്തിൽ അമേരിക്കയുടെ ഒരു ഗ്രാൻഡ് ഡിസൈന് കിട്ടിയിട്ടുള്ള പിന്തുണ എന്ന നിലയ്ക്ക് അമേരിക്കക്കാർക്ക് സന്തോഷിക്കാം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമാണിത്. അതുകൊണ്ട് മറ്റ് ട്രംപിൻ്റെ മാത്രം ഒരു ഇച്ഛാഭംഗത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ ട്രംപിന് ഇത് കിട്ടാനൊന്നും പോകുന്നില്ല. നോക്കൂ, ഇപ്പോൾ എന്തിന് പീസ് പ്രൈസ് കൊടുക്കണമെന്ന് ആലോചിക്കും. പീസ് പ്രൈസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സാഹോദര്യത്തെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ നിങ്ങൾ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, അന്താരാഷ്ട്ര സഹകരണത്തിന് നിങ്ങൾ എന്തുമാത്രം കോൺട്രിബ്യൂഷൻസ് കൊടുത്തു എന്ന ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ പീസ് പ്രൈസ് നിശ്ചയിക്കുന്നത്. അതിലെവിടെ ഇദ്ദേഹത്തിന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്ത പരിപാടി എന്താണ്? കാലാവസ്ഥ ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അത് രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സഹകരണമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യമാണോ? അദ്ദേഹം സാമ്പത്തിക സഹകരണ കരാറുകളിൽ നിന്ന് പിൻവാങ്ങുന്നു. WHO-യിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഒരു ഘട്ടത്തിൽ UN വേണ്ട, അമേരിക്ക നോക്കിക്കോളാം ലോകം എന്ന നിലപാട് സ്വീകരിക്കുന്നു പരസ്യമായി. അത് കഴിഞ്ഞ് USAID പിരിച്ചുവിടുന്നു. USAID പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിലുള്ള സഹായം നിർത്തലാക്കൽ പരിപാടിയാണ്. ഒരു സർവേ പറയുന്ന 1.4 crore ആളുകളുടെ മരണത്തിന് USAID ഉണ്ടാക്കിക്കുന്ന ഈ പ്രശ്നം കാരണമാകുന്നതാണ്. കാരണം ഈ USAID വഴി ഇപ്പോൾ നമ്മൾ സുഡാനിലേക്ക് പോയാൽ, ആഫ്രിക്കയിലേക്ക് പോയാൽ, വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ വഴി ആ സഹായം കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുർബലനായ മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്ന തീരുമാനങ്ങൾ കൊണ്ട വ്യക്തിയാണ് ഈ മനുഷ്യൻ. പുള്ളി ഈ പറഞ്ഞ സെർബിയയിലെയും കോങ്കോയിലെയും ഒക്കെ യുദ്ധം അവസാനിപ്പിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു, ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് പറയാണ്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അത് മാത്രമാണ്. പക്ഷേ അപ്പുറത്ത് ഈ വലിയ ട്രീറ്റുകളിൽ നിന്ന് പിന്മാറുക. ശീതയുദ്ധകാലത്ത് റഷ്യയുമായിട്ടുണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ ആം ട്രീറ്റി ഉണ്ട്. അതിൽ നിന്ന് പിൻവാങ്ങിക്കളഞ്ഞു ആദ്യം വന്നപ്പോൾ. സമാധാനമായിട്ട് എവിടെയെങ്കിലും മാച്ച് ചെയ്യുന്ന കാര്യമാണത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സമാധാനം എന്ന് പറഞ്ഞാൽ പരമാവധി പട്ടാളത്തെ പിൻവലിക്കുക, ബോംബുകൾ ഇടുന്നത് കുറയ്ക്കുക, ഇതൊക്കെയാണല്ലോ. ഇദ്ദേഹം വന്നതിന് ശേഷം ഫലസ്തീൻ സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി കോർപ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ ടീം, പട്ടാള സമാനമായ സംഘത്തെ രാജ്യം മുഴുവൻ ഇറക്കി. ഗവർണർമാരുമായിട്ട് തർക്കിച്ച് എല്ലായിടത്തും കേന്ദ്ര സേനയെ ഇറക്കിക്കളഞ്ഞു. സമാധാനം എന്ന് പറഞ്ഞ ആശയത്തിന് നേരെ കുറുകെ നിൽക്കുന്ന പണികൾ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പുള്ളി അവസാനിപ്പിച്ചു എന്നാണ് കക്ഷി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ മധ്യസ്ഥനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഗസയിലെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഗസയിലെ സമാധാനം, അതിൽ തന്നെ നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ശാശ്വതമായ സമാധാനം ഉണ്ടാവണം. ഈ സമാധാനത്തിന് ആയുസ് ഉണ്ടാവണം. ഗസയിലെ സമാധാനത്തിന് എത്ര ദിവസം ആയുസ് ഉണ്ടാവുന്ന ആർക്കുറപ്പുണ്ട്? അതിൽ തന്നെ നോക്കുക, ശാശ്വത സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വത സമാധാനം എന്ന് പറഞ്ഞാൽ ഗസയിലെ ഫലസ്തീൻ കോസ് എന്ന് പറഞ്ഞ ആശയം ഡിസ്കസ് ചെയ്യുകയും ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് എന്ന ആശയത്തിലേക്ക് സഞ്ചരിക്കാനും പറ്റണം. അത് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമാധാനം എവിടെ ഉണ്ടാക്കുന്നതാണ്? അതിൽ തന്നെ നിങ്ങൾ ഫലസ്തീനികളായ മനുഷ്യന്മാരെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ കരാർ ഡിസൈൻ ചെയ്തപ്പോൾ അതിനകത്ത് അവരെ വിളിച്ചിട്ടുണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് ആ കരാർ മുന്നിൽ വെച്ചു. അത് അംഗീകരിക്കാൻ എല്ലാവരും നിർബന്ധമായ സാഹചര്യമാണ്. അതുകൊണ്ട് ട്രംപ് സമാധാനത്തിന് ഏതെങ്കിലും നിലയ്ക്ക് അർഹനാണോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ലോകത്ത് മാനവരാശി എന്ന് പറഞ്ഞ ആശയത്തിന് പരിക്കേൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു നിലയ്ക്കും കിട്ടാൻ പറ്റില്ല. പിന്നെ പബ്ലിക്കായി ലോബിങ് നടത്തുക, ഇതൊരു ഭയങ്കരമായ ഒരു സംഗതിയാണ്. നൊബേൽ പ്രൈസ് എന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടാൻ പോവാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും, എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശുപാർശ ചെയ്യണമെന്ന് ലോക നേതാക്കളെ അദ്ദേഹം ലോബി ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. ഈ നേതാക്കളെയൊക്കെ എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഒബാമയ്ക്ക് കിട്ടാമെങ്കിൽ പിന്നെ എനിക്ക് കിട്ടിക്കൂടെ? അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒബാമയ്ക്ക് കിട്ടി, അപ്പോൾ പിന്നെ എനിക്കും കിട്ടണം എന്ന മട്ടിലൊക്കെയുള്ള പരസ്യമായി അതിനെ സമീപിക്കുക. അതോട് തന്നെ വിശ്വാസ്യത പോവുകയും അദ്ദേഹത്തിന് നോമിനേഷനോട് തന്നെ പരിഗണിക്കാതിരിക്കുക എന്നൊക്കെയുള്ള പല കാരണങ്ങൾ അതിനകത്തായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് കൊടുത്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ആ കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹെൻറി കിസിഞ്ചറിന് കൊടുത്ത വിവാദത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കിയാൽ, അദ്ദേഹം എന്ന് വെച്ചാൽ ആരാണ്? വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ചു എന്ന പേരിലാണ് ഇദ്ദേഹത്തിന് കിസിഞ്ചർക്ക് ഇത് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അത് ഉണ്ടാക്കിയ പരിക്കെന്തായിരുന്നു? വിയറ്റ്നാം യുദ്ധം എന്തായിരുന്നു എന്ന്, അത് അവസാനിപ്പിച്ചു എന്നതിൻ്റെ അതാണ് ആ യുദ്ധം തുടങ്ങുക, അത് വ്യാപിപ്പിക്കുക. അത് അവിടുത്തെ യുദ്ധം മാത്രമല്ല, അമേരിക്കയുടെ നയതന്ത്ര പോളിസികൾ ഡിസൈൻ ചെയ്ത് ലോകത്ത് പലയിടത്തും അമേരിക്കൻ അധിനിവേശങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ദിവസം എന്ത് കിട്ടുകയാണ്? ഈ പുരസ്കാരം കിട്ടുകയാണ്. അതിൻ്റെ പേരിൽ കമ്മിറ്റിക്ക് അകത്തുനിന്ന് പല ആളുകൾ രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്. ഒബാമയ്ക്ക് കൊടുത്ത പുരസ്കാരം തെറ്റിപ്പോയി എന്നുള്ള അഭിപ്രായം അതിനകത്തുനിന്നുള്ള കമ്മിറ്റി അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വഷളൻ കക്ഷിക്ക് അവാർഡ് കിട്ടണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നുള്ള കോമഡിയാണ്. അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തിന് കിട്ടുമായിരുന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തം. കാരണം പദവിയിൽ വന്നതിന് ശേഷം ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാനവരാശിയുടെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൾ വലിയ ജനാധിപത്യ പ്രവാചകയാണെന്നും വിചാരിക്കാൻ എനിക്ക് തൽക്കാലം തോന്നുന്നില്ല. അതുതന്നെ അമേരിക്കയുടെ ഒരു വലിയ ലാർജർ നെറേറ്റീവിന് കിട്ടിയിട്ടുള്ള അംഗീകാരം എന്ന് നിലയ്ക്ക് നോക്കാം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് സന്തോഷിക്കാനും ട്രംപിന് നിരാശപ്പെടാനുള്ള ഒരു ദിവസമൊന്നും മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഗസയിലെ പീസ് ഡീലിനകത്ത് അദ്ദേഹം വിഡ്രോ ചെയ്യുമോ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് ഇതുകൊണ്ട് മാത്രം അദ്ദേഹം നടത്തിയിട്ടുള്ള ഏർപ്പാടാണ്. കാരണം അത് ഇസ്രായേൽ ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലാണ്. ആ ഡീല് പരാജയപ്പെട്ടാൽ ഇസ്രായേൽ വീണ്ടും ലോകത്ത് ആക്രമിക്കപ്പെടും, ഒറ്റപ്പെടും. ഇസ്രായേൽ ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് വേറെ പ്രശ്നമുണ്ട്. അമേരിക്ക ഒരു വലിയ രാജ്യം, വലിയൊരു സാമ്രാജ്യമാണല്ലോ.
ഇസ്രായേൽ പ്രശ്നത്തെ മുൻനിർത്തി അമേരിക്കയുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാവുന്നുണ്ട്. അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നു എന്നാണ് ട്രംപ് പറയുന്നത് തന്നെ. കാരണം മിഡിൽ ഈസ്റ്റിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് മികച്ച ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് അമേരിക്ക ഒരു സാമ്രാജ്യമായി നിൽക്കുന്നത്. ഇസ്രായേലിനെ പരിധി കവിഞ്ഞ് പിന്തുണയ്ക്കുന്നു, അവരുടെ ഈ വംശഹത്യ തുടരുന്നത് അമേരിക്കയുടെ ഈ ബന്ധങ്ങളെ വഷളാക്കും. അമേരിക്കയ്ക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, പേഴ്സണലി നേരിടുന്ന നഷ്ടങ്ങളാണത്. സോ അത്ര വലിയ റീസൺസ് ഈ ഗസ ഡീൽ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അദ്ദേഹം സ്റ്റെപ്പ് ബാക്ക് ഒന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യട്ടെ.